ആത്മീയ ചികിത്സയും മതപ്രഭാഷണവുമായി നടന്ന സിറാജുദ്ദീൻ ദുരൂഹത നിറഞ്ഞ കഥാപാത്രം. അയൽവാസികളുമായി അടുപ്പമില്ല. അസ്മയുടെ മരണം വീട്ടുകാരെ പോലും അറിയിക്കാതെ രാത്രിക്കു രാത്രി മൃതദേഹവുമായി കടന്നു. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് അസ്മയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കുഞ്ഞാശുപത്രിയിൽ ചികിത്സയിലാണ്. The complete family wedding, Lumika Wedding, Calicut Road, Chammad. Opening soon. Fancy and footwear. എന്നെ കുറിച്ച് എന്ത് ആരോപണങ്ങൾ ഇവിടെ പറഞ്ഞോ, എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും ഇവിടെ താറടിച്ചു വെപ്പിച്ചോ, ആളുകളുടെ മുന്നിൽ എന്നെ ഒറ്റപ്പെടുത്തിക്കോ, എനിക്കൊരു പ്രയാസവുമില്ല, എനിക്കൊരു വിഷമവുമില്ല. ഞാൻ ഒരു ചെവിയിൽ കൂടെ കേട്ട് ഒരു ചെവിയിൽ കൂടെ കളയും. പക്ഷേ ഞാൻ ചെയ്യുന്നത് ഹക്കാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. മലപ്പുറത്ത് ആത്മീയ ചികിത്സകനായ ഭർത്താവിന്റെ ദുർവാശിയെ തുടർന്ന് വീട്ടിൽ പ്രസവത്തിനിടെ മരിച്ച യുവതിയുടെ ഭർത്താവ് സിറാജുദ്ദീനെ കുറിച്ച് ദുരൂഹത നിറഞ്ഞ കഥാപാത്രമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മതപ്രഭാഷകനും ആത്മീയ ചികിത്സകനുമായ സിറാജുദ്ദീൻ നാട്ടുകാരുമായും അയൽക്കാരുമായും ഒരടുപ്പവും പുലർത്തിയിരുന്നില്ല. അസ്മയെയും മക്കളെയും അയൽക്കാരുമായി ബന്ധപ്പെടാനും സമ്മതിച്ചിരുന്നില്ല. ഇല്ല ഒരു നമ്മ ടച്ചും ഇല്ല, ഒരു സംസാരിക്കില്ല. അവരിങ്ങനെ തിരുമ്പാനൊക്കെ വരുമ്പോൾ പുറത്ത് വന്നിട്ട് കുറച്ച് ഇങ്ങനെ എന്താ പറയുക, പർദ്ദൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്ന് തിരുമ്പും. പിന്നെ ഇങ്ങനെ മുണ്ടാതെ ഉള്ളിൽ കയറി പോവും. അവിടുത്തെ കാക്ക ഒന്നും നമ്മുടെ അടുത്ത് സംസാരിക്കുന്നില്ല. ലേഡീസ് പറയുമ്പോൾ അവർ മുണ്ടാതെ ഇങ്ങനെ പോവും. നാട്ടുകാരോ ഒരാളായിട്ടും ഒരു സഹകരണമില്ല. പക്ഷേ ഇപ്പോൾ അപ്പുറപ്പുറം അയൽവക്കക്കാരുണ്ട് പറഞ്ഞാലും ഒരാളായിട്ടും സഹകരണമില്ല. അവർ പിന്നെ എപ്പോഴും ഒരു ഉള്ളിൽ ഇങ്ങനെ പുറത്തിറങ്ങി വല്ലാതെ നടക്കേണ്ട ആൾക്കാരല്ല. വീടായിട്ടും ഓലായിട്ടും കുട്ടികൾ വരെ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ നമ്മുടെ കുട്ടികളെ ആയിട്ട് പരിചയപ്പെടലോ ഒന്നും അങ്ങനത്തെ ഒരു പരിപാടിയില്ല. പോകുമ്പോൾ വരുമ്പോൾ കാണുന്നല്ലാതെ ഒരു ബന്ധമില്ല. അസ്മ ഗർഭിണിയാണെന്ന കാര്യം പോലും പലരും അറിഞ്ഞത് ഈ വാർത്ത പുറത്തുവന്നതിന് ശേഷമാണ്. ഇടയ്ക്ക് വീട്ടിൽ പൊതുസന്ദർശനത്തിനെത്തുന്ന ആശാവർക്കറോട് പോലും അസ്മ ഗർഭിണിയല്ലെന്നാണ് സിറാജ് പറഞ്ഞിരുന്നത്. മരണവിവരം സിറാജ് ആലപ്പുഴയിലുള്ള തന്റെ ഒരു ബന്ധുവിനെയാണ് വിളിച്ചറിയിച്ചത്. അസ്മയുടെ വീട്ടിൽ മൃതദേഹം എത്തിയതിനു ശേഷമാണ് പ്രസവത്തിലാണ് മരണമെന്ന് വീട്ടുകാർ അറിഞ്ഞതും തുടർന്ന് എന്തുകൊണ്ട് ചികിത്സ നൽകിയില്ലെന്ന് സിറാജിനോട് ചോദിച്ചതും. ഇതേ തുടർന്ന് വാക്കേറ്റവും കയ്യേറ്റവും സംഘർഷവും ഉണ്ടായി. ദുരൂഹ മരണത്തിന് അസ്മയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മന്ത്രവാദവും സിദ്ധവൈദ്യവും അക്യുപഞ്ചർ ചികിത്സയും പ്രയോഗിച്ചതാണ് പ്രസവ സമയത്ത് വിനയായതെന്ന് ബന്ധുക്കൾ പറയുന്നു. പ്രസവ സമയം വേദന കൊണ്ട് പുളഞ്ഞ അസ്മയ്ക്ക് 14 വയസ്സുള്ള മൂത്ത മകനാണ് വെള്ളം കൊടുത്തത്. ഈ സമയത്തും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സിറാജ് തയ്യാറായില്ല. മരിച്ച അസ്മയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും. അവശതയിലായ അസ്മയുടെ ചോരക്കുഞ്ഞിനെ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ NICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ശനിയാഴ്ച വൈകിട്ടോടെ മലപ്പുറം ഈസ്റ്റ് കോഡൂരിലെ വാടക വീട്ടിൽ ആൺകുട്ടിക്ക് ജന്മം നൽകിയതിനു പിന്നാലെയാണ് പെരുമ്പാവൂർ അറക്കപ്പടി കൊപ്പപ്പറമ്പിൽ പരേതനായ ഇബ്രാഹിം മുസ്ലിയാരുടെ മകൾ അസ്മ മരിച്ചത്. അസ്മയ്ക്ക് ഇതടക്കം 3 ആൺമക്കളും 2 പെൺമക്കളുമുണ്ട്. ഞായറാഴ്ച രാവിലെ പോലീസ് വീട് തേടിയെത്തിയപ്പോഴാണ് അസ്മ ഗർഭിണിയായിരുന്നെന്നും പ്രസവത്തിൽ മരിച്ചുപോയെന്നും നാട്ടുകാരും അയൽക്കാരും പോലും അറിയുന്നത്. കേരള വിഷൻ, മലപ്പുറം.